വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് മാംഗോ പിക്കിള് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. നമ്മളിവിടെ ഒരു പച്ചമാങ്ങ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു അച്ചാർ ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചെറു തീയിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഉലുവ നന്നായിട്ട് വറുത്ത് വരുമ്പോൾ ഇതുപോലെ ഒന്ന് പൊട്ടിയൊക്കെ വരും, അതുപോലെ നല്ലൊരു മണവും വരും. ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഒരു പച്ചമാങ്ങ അതിൻ്റെ തൊലിയൊന്നും കളയാതെ നമുക്ക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് നുറുക്കിയെടുക്കാം. എന്നിട്ട് അതൊരു ബൗളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഉലുവ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമാങ്ങയിലേക്ക് ഈ ഉലുവ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ മാങ്ങയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ കുറച്ച് കൂടുതൽ ഉപ്പ് ചേർക്കേണ്ടി വരും കേട്ടോ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, ഇത്ര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നാൽ മാത്രമാണ് നമുക്ക് അച്ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഈ മസാലയൊക്കെ മാങ്ങയുടെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ വരുന്ന പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് മിനിമം ഒരു 15 മിനിറ്റെങ്കിലും ഇതൊന്ന് മൂടി വെച്ച് ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് നമുക്കൊന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കായം പൊടിച്ചതും 2 ഉണക്കമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടോട് കൂടി തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാങ്ങയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഈ എണ്ണയും അതുപോലെ കടുക് അതുപോലത്തെ എല്ലാ താളിക്കിലും എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ഒന്ന് ആയി കിട്ടണം. ഇത്രേ ഉള്ളൂ, നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന മാങ്ങ അച്ചാറോടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റൊക്കെ നോക്കുക. ഉപ്പ് ഇനി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ അച്ചാർ കുറച്ച് സ്പൈസി ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ടേസ്റ്റിനൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എരിവിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരുത്താവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ്. നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അച്ചാറാണ് കേട്ടോ. ഇത് നല്ല ഗ്ലാസ് കണ്ടെയ്നറിൽ സൂക്ഷിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കൂടുതൽ ദിവസം ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാൻ മറക്കരുത് കേട്ടോ.